ഒരുപാട് ഗുരുക്കന്മാർ, ഒരുപാട് സംഗീതജ്ഞന്മാർ താങ്കൾക്ക് സ്നേഹവും ഗാനങ്ങളും വിളമ്പിത്തന്നു. വലിയ വിരുന്നു സത്യം 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 ലക്ഷക്കണക്കിന് ആരാധകരെ അത് സമ്മാനിച്ചതാണ്. സത്യം. എനിക്ക് താങ്കളോടുള്ള ആദരവ് ഒരു പാട്ടിൻ്റെ പുറകെയും താങ്കൾ പോയില്ല എന്നുള്ളതാണ്. അതെ, പാട്ട് താങ്കളെ തേടി വരിക ചെയ്തു. സത്യം സത്യം. പലപ്പോഴും പല ഗായകരിൽ നിന്ന് താങ്കളെ മാറ്റി നിർത്തുന്നൊരു ഘടകവും താങ്കൾ ഉൾവലിയാൻ ശ്രമിക്കുമ്പോഴും ആ പാട്ടുകളൊക്കെ താങ്കളെ തേടി വന്നു. സത്യം സത്യം. വെരി ഗുഡ്. കറക്റ്റാണ്. സത്യം സത്യമാണ്. എന്തിനേറെ നമ്മുടെ ഈ മഹാസംഗീതജ്ഞന്മാരിൽ ദക്ഷിണമൂർത്തി മാഷ് പോലും പറഞ്ഞു, ജയൻ്റെ ഉള്ളിലെ സംഗീതം അതൊരിക്കലും നേർത്തു പോകാതിരിക്കട്ടെ. മാഷില്ല നമ്മോടൊപ്പം. എന്തൊരു മ്യൂസിഷ്യനാണ് അദ്ദേഹം. സ്വാമി, നിങ്ങൾ സ്വാമി എന്നല്ലേ വിളിക്കുക. സ്വാമി തന്നെ അദ്ദേഹം. അല്ല, ഭാഗ്യം. ഓരോരുത്തർ സംഗീതം ദശാമൂർത്തി സ്വാമിയുടെ സംഗീതം ഒന്ന്, രാഘവ മാഷ സംഗീതം ഒന്ന്, ദേവരാമ മാഷ സംഗീതം ഒന്ന്, ബാബുക്കയുടെ സംഗീതം ഒന്ന്, അർജുൻ മാഷ സംഗീതം ഒന്ന്, പിന്നെ കൂടാതെ ഇപ്പോൾ MBS സാറ്, പുകഴേന്തി സാറ്, അങ്ങനെ ഒരു ഗ്രേറ്റ് മ്യൂസിഷ്യൻസ്. എല്ലാം വ്യത്യസ്ത ഭാവമുള്ള സാഗരങ്ങളായി പല ഭാഷകളിലും. ഇപ്പോൾ തെലുങ്കിലാന്ന് പറഞ്ഞാൽ പല സുശീലാമ്മ മെഡിറ്ററേനിയൻ സമുദ്രമായിരുന്നെങ്കിൽ ഒന്ന് പസഫിക് ഓഷ്യനായിരുന്നു. സത്യം. തമിഴാണെങ്കിൽ MS സാറ്, കെ വി മാധവൻ ഗ്രേറ്റ്, KVM. എന്താ അവരൊക്കെ കണ്ടപ്പോൾ പുകഴേന്തി സാറ് ഇടയ്ക്ക് പറയും, കണ്ണദാസൻ എന്ന നദിയുടെ 2 കരകളാണ് MS വിശ്വനാഥനും KV മഹാദേവനും. നദിയുടെ 2 കരകളാണ്. സത്യമാണ്. ആരാണ് MS സാർ ഒരു പാട്ട് ചെയ്യുമ്പോൾ നമ്മൾ സുശീലാമ്മ ഇദ്ദേഹത്തിൻ്റെ പാട്ട് KVMൻ്റെ ഇതായിരിക്കും നല്ലതെന്ന് അപ്പോഴേക്കും ഇപ്പുറത്ത് വേറെ ഒന്നും. എന്നാൽ അവർ തമ്മിൽ വളരെ സ്നേഹമായിരുന്നു. താങ്കളെയൊക്കെ ഈ പുഴയിലും മഹാസമുദ്രങ്ങളിലും ഇട്ടവരെ കുളിപ്പിച്ചെടുത്തു. താങ്കൾ നീതി തുടിച്ചു. തീർച്ചയായും. എല്ലാവരും സ്നേഹം തന്നു. ഒരുപക്ഷെ മറ്റ് കലാരംഗത്തുള്ളതുപോലെ പല കിടമത്സരവും സംഗീത രംഗത്തും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാമെങ്കിൽ പോലും അതിനെല്ലാ ഇടയിലും വലിയൊരു പരിഗണന താങ്കൾക്ക് ലഭിച്ചു. ഞാൻ ഈ മത്സരം ഒന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ എൻ്റെ സംഗീതത്തിൻ്റെ വഴി കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കില്ല. ഇദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കുക, സുശീലാമ്മയുടെ പാട്ട് കേൾക്കുക, MS സാറിൻ്റെ കേൾക്കുക, KVMൻ്റെ കേൾക്കുക, TMSൻ്റെ കേൾക്കുക, PB ശ്രീനിവാസിൻ്റെ കേൾക്കുക, AM രാജ സാറിൻ്റെ കേൾക്കുക. താങ്കൾക്കൊരു ഒഴുക്കായിരുന്നു. അയ്യോ, ഇവരൊക്കെ കണ്ടോണ്ട് പാട്ട് കേട്ടോണ്ടെങ്കിൽ ജീവിക്കുക നമ്മൾ. അങ്ങനെ സ്വാമിയുടെ സ്മരണയ്ക്ക് വേണ്ടി വേണമെങ്കിൽ ജയേട്ടന് വേണമെങ്കിൽ ഒരു 2 വരി പാടാം. എന്താ കാരണം വെച്ചാൽ സ്വാമിയുടെ സ്മരണ എന്ന് പറഞ്ഞാൽ സ്വാമി ഇങ്ങനെ പാടുക. കാവ്യ പുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യ പുസ്തകമല്ലോ ജീവിതം, ഇതിൽ കണക്കെഴുതാൻ ഏടുകളെവിടെ കാവ്യ പുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യ പുസ്തകമല്ലോ ജീവിതം. അനഘഗ്രന്ഥമിതാരോ തന്നു മനുഷ്യൻ്റെ മുമ്പിൽ തുറന്നു വച്ചു, ജീവന്റെ വിളക്കോ കൊളുത്തി വച്ചു, അതില്ലാവോളം വായിച്ചു മതിമറക്കാൻ കാവ്യപുസ്തകം. ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ സന്ദേശരസമധുരം. ഇന്നോ നാളെയോ വിളക്കു കെടും, ഇന്നോ നാളെയോ വിളക്കു കെടും, പിന്നെയോ ശൂന്യമാ അന്ധകാരം. കാവ്യം മധുര കാവ്യം ഇത് മറക്കുന്നു, ഇതിൽ മണ്ടന്മാർ കണക്കുകൾ കുറിക്കുന്നു, കൂട്ടുന്നു പിന്നെ പിന്നെ കിഴിക്കുന്നു, ഒടുവിൽ കൂട്ടലും കിഴിക്കലും പിഴയ്ക്കുന്നു. കാവ്യ പുസ്തകം. ഭാസ്കരൻ മാഷ, ദക്ഷിണാമൂർത്തി സ്വാമി. ഒരുപക്ഷെ താങ്കൾക്ക് കണക്ക് പിഴയ്ക്കായിരുന്നെന്നുണ്ടാണെന്നറിയോ? താങ്കൾ കണക്ക് കൂട്ടാത്തതുകൊണ്ടാണ്. കൂട്ടാറില്ല, കണക്കൊന്നും കൂട്ടാറില്ല.
താങ്കൾക്ക് കണക്ക് പുല്ലായിരുന്നു, പോട്ടെ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ താങ്കൾ കണക്ക് പഠിച്ചില്ല. കണക്കിൽ മഹാമോശം. കണക്കിലെ തോറ്റത് ഞാൻ 10ാം ക്ലാസ്സിൽ. തോറ്റിരുന്നല്ലേ? 10ാം ക്ലാസ് തോറ്റുകൊണ്ടാണ് ഒരു കൊല്ലം കൂടി കൂടുതൽ പഠിക്കേണ്ടി സ്കൂളിൽ. 4 മാർക്കിന് തോറ്റു. കണക്ക് അന്നും ഇന്നും ഒരു ബാലികേറ മലയാണ്. ഒരു രക്ഷയില്ല കണക്കിൻ്റെ കാര്യം. കണക്ക് പറഞ്ഞാൽ ഞാൻ തലരിഞ്ഞ് വീഴും പേടിച്ചിട്ട്. പക്ഷേ കണക്കിലെ കുറവ് നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, എൻ്റെ അനിയനെ കണക്കിന് മിടുക്കണ, അദ്ദേഹം ചെയ്യാറ് നേരം പോയില്ലെങ്കിൽ കുറക്കൻ കണക്ക് ചെയ്ത് കളയാന്ന് പറഞ്ഞു. അവനെ ഞാൻ തല്ലിക്കൊല്ലെന്ന് പറഞ്ഞു. അതിൽ കണക്കെന്ന് പറഞ്ഞാൽ അത്ര അങ്ങനെയാണ്. ചേട്ടാ, പലപ്പോഴും കണക്കുകൾ കൂട്ടുന്നവർ മണ്ടന്മാരാണെന്ന് സ്വാമി പാടി തന്നതുപോലെ സ്വാഭാവികമായിട്ടും താങ്കളുടെ ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകം പരിശോധിക്കുമ്പോൾ അത് കണക്കിനേക്കാൾ കൂടുതൽ മാനുഷിക ബന്ധങ്ങളുടെ ഒരു രസതന്ത്രമാണ്. താങ്കളുടെ ഓരോ പാട്ടും ഒരുപക്ഷെ അതിനോട് പൊരുത്തപ്പെടുന്ന ഒരുപാട് മാനസിക ഭാവങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. ഈ ഒരു നനുത്ത ശബ്ദം, എല്ലാവരും പറഞ്ഞതുപോലെ യുവത്വത്തിൻ്റെ ശബ്ദം, ഇനിയും ഞങ്ങളുടെ ശ്രവണപടങ്ങളിൽ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആശംസ. പിന്നെ താങ്കളുടെ ഏതെങ്കിലും ഒരു സ്വകാര്യ സദസ്സിൽ എന്നെയും എപ്പോഴെങ്കിലും ഭാഗവാക്കാൻ തീർച്ചയായിട്ടും സത്യം ഷുവർ ഇതെല്ലാം കണ്ടല്ലോ. അത് നമുക്കിരിക്കാം.